وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സകല മേഖലകളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കുകയും ആ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതം പാകപ്പെടുത്തുകയും ചെയ്യണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിതം നയിച്ച് നാളെ അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. പവിത്ര മാസമായ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ ആദ്യത്തെ 3 മാസങ്ങൾ, ദുൽഖഅദ് മുതൽ മുഹറം അടക്കമുള്ള 3 മാസങ്ങൾ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നത് കൊണ്ടാണ് കാര്യമായി അത് അശ്ഹുറുൽ ഹുറും എന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ദുൽഖഅദ് മാസം സ്വാഭാവികമായും നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി ആളുകൾ പുറപ്പെടുന്ന മാസമാണ്. ദുൽഹിജ്ജ് മാസത്തിൽ ഹജ്ജ് നിർവഹണത്തിന്റെയും തിരിച്ചുപോക്കിന്റെയും പലപ്പോഴും മുഹറം മാസത്തിലാണ്. മുമ്പ് കാലങ്ങളിൽ അതിലധികം സമയമെടുത്തിരുന്നു. നമുക്കൊക്കെ അറിയുന്നത് പോലെ 6 മാസവും 8 മാസവും ഒക്കെ ഹജ്ജിനായി ആളുകൾ ഉപയോഗപ്പെടുത്തി. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും, ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഹാജിമാർ പുറപ്പെടാനിരിക്കുകയാണ്. അങ്ങനെ ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്കൊക്കെ ഹജ്ജുൽ മബ്റൂറായ ഹജ്ജ് നിർവഹിക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ളതുപോലെ ഇസ്ലാമിന്റെ 5 തൂണുകളിൽ അവസാനത്തതായി നമ്മൾ എണ്ണുന്നതാണ് ഹജ്ജ് എന്നത്. സത്യവിശ്വാസികളിൽ നമസ്കാരവും നോമ്പും സക്കാത്തും പോലെ എല്ലാവരും നിർവഹിക്കേണ്ടതായ ഒരു കർമ്മമല്ല ഹജ്ജ്. എന്നാൽ അതിനുള്ള സാധ്യതകൾ ഉള്ളവർ നിർബന്ധമായും നിർവഹിക്കേണ്ടതായ ഒരു കർമ്മമാണ്. നമസ്കാരത്തിലൂടെ നേടുന്നതായ തഖ്വ, അത് ഹജ്ജിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കും. അതുപോലെ തന്നെ നോമ്പിലൂടെയും സക്കാത്തിലൂടെയും എല്ലാ
ശ്രേഷ്ഠ കർമ്മങ്ങളിലൂടെയുമുള്ള അത്രയും ഉന്നതമായ സ്ഥാനം നേടുവാൻ ഹജ്ജ് എന്ന ഒരു കർമ്മത്തിലൂടെ മാത്രം സാധിക്കും. നിങ്ങൾ ഹജ്ജിനായി പാഥേയമൊരുക്കുക. പാഥേയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായത് അത് തഖ്വയാകുന്നുവെന്ന്. അപ്പൊ ഹജ്ജിലൂടെ ഒരു ഹാജിക്ക് പ്രഥമമായും പ്രധാനമായും നേടുവാനുള്ളത് തഖ്വയാണ് എന്ന് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നോമ്പിന് സാധാരണഗതിയിൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെയുള്ള പ്രയാസം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പ്രയാസമുള്ള ഒന്നാണ് ഹജ്ജ്. അതിനുള്ള യാത്ര, അതിനുള്ള ഒരുക്കങ്ങൾ, അതിന് പോയി ഉള്ള താമസം തുടങ്ങി മറ്റെല്ലാം തന്നെ. യാത്രയെ പറ്റി തന്നെ സാധാരണ അറബിയിൽ പറയാറുണ്ട്, സഫറു ഖിത്അത്തും മിനൽ അദാബ്. യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷയുടെ ഭാഗമാണ്. എന്നുവെച്ചാൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം, ശാരീരികമായി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്രയൊക്കെയും ഹജ്ജിന്റെ യാത്രയുമാണെങ്കിലും അതൊക്കെ പ്രയാസമുള്ള സംഗതികൾ തന്നെയാണ്. സക്കാത്ത്, അതിലൂടെ നമ്മൾ ധനം ചെലവഴിക്കുന്നു. ആ പറഞ്ഞതായ ധനം ചെലവഴിക്കൽ സ്വാഭാവികമായും ഹജ്ജിന് ഇപ്പോഴത്തെ കാലത്തൊക്കെ എത്രയോ ലക്ഷങ്ങൾ, പണ്ടുകാലത്ത് വളരെ കുറഞ്ഞ സംഖ്യക്ക് ഹജ്ജ് ചെയ്യുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് ഒരാൾക്ക് ഹജ്ജ് ചെയ്യുവാൻ സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഇബാദത്തുകളിലെയും നേടുന്ന കാര്യങ്ങൾ ഒരു സത്യവിശ്വാസിക്ക് തന്റെ ഹജ്ജിലൂടെ നേടുവാൻ സാധിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. അങ്ങനെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഹാജിമാരൊക്കെ മക്കയിലെത്തി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക. ഈ ലബ്ബൈക വിളികൾ കൊണ്ട് ആ പുണ്യഭൂമി ആകമാനം ശബ്ദമുഖരിതമാകും എന്നതിൽ സംശയമില്ല. എല്ലാവരും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക്ക് എന്നാണ്, ഞാനിതാ നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു. അങ്ങനെ ലബ്ബൈക്ക് വിളിച്ചുകൊണ്ട് നമ്മുടെ പവിത്ര ഭൂമികൾ ശബ്ദമുഖരിതമാകുവാൻ പോവുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ 125-130 കോടി മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും അതിൽ വളരെ കുറഞ്ഞ ആളുകൾ 25 ലക്ഷം 30 ലക്ഷം ഇത്രയും ആളുകൾക്കാണ് 130 കോടിയിൽ നിന്നും ഒരു വർഷത്തിൽ ഹജ്ജ് ചെയ്യുവാനുള്ള അനുവാദം ഉണ്ടാകും. വളരെ കുറഞ്ഞ ആളുകൾ, തികച്ചും വളരെ ഭാഗ്യവാന്മാരായ ആളുകളാണവർ എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. കാരണം ഇത്രയും ആളുകളുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹു തആല പ്രത്യേകമായി തൗഫീഖ് നൽകി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ഇപ്രകാരം ഹജ്ജിന് പോകുന്നത്. ഹജ്ജിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മൾ ചില കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ, ഹാജറ ബീവിയുടെ അവരുടെ ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു ഇബാദത്താണ് ഹജ്ജ് എന്നുള്ളത് നാം മനസ്സിലാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു തആല അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, വഅദ്ദിൻ ഫിന്നാസ്, നീ വിളംബരം ചെയ്യുക. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിനായി നീ വിളംബരം ചെയ്യുക. അങ്ങനെ വിളംബരം ചെയ്താൽ യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ദാമിരിൻ
യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കാൽനടയായിക്കൊണ്ടും വാഹനം പുറത്തായിക്കൊണ്ടും ഏതെല്ലാം മാർഗങ്ങളിലൂടെ സാധ്യമാണോ ആ മാർഗങ്ങളിലൂടെ വിദൂര ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഹജ്ജിനായി വരുന്നതാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല വിളംബരം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ആ വിളംബരമാണ്, അതിന്റെ മറുപടിയാണ് ഹജ്ജ്. ഇബ്രാഹിം നബി സ്വാഭാവികമായും ചോദിച്ചു അല്ലാഹുവിനോട്, അല്ലാഹുവേ, ഞാനിങ്ങനെ ഇവിടെ വെച്ച് വിളംബരം ചെയ്താൽ അതാരാണ് കേൾക്കുക? കാരണം ഇന്നുള്ള സംവിധാനങ്ങളല്ലല്ലോ അന്ന് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അത് അവിടെ വെച്ച് വിളംബരം ചെയ്താൽ അവിടെ മാത്രം കേൾക്കുന്ന ഒരു അവസ്ഥയാണ്. ഇബ്രാഹിം നബി പ്രകാരം ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അലൈക്കൽ നിദാ വ അലൈനൽ ബലാ. താങ്കൾ വിളിക്കുക എന്ന ഉത്തരവാദിത്തമാണ് താങ്കൾക്കുള്ളത്. അത് എത്തിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളംബരം ചെയ്തു. ആ വിളംബരം ഇന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. ഓരോ വർഷങ്ങളിലും ആരിലേക്കാണോ ഇബ്രാഹിം നബിയുടെ വിളംബരം എത്തുന്നത് അവർക്ക് മാത്രമാണ് ഹജ്ജ് ചെയ്യുവാൻ സാധിക്കുക. കഴിവുണ്ടായതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഹജ്ജിന് ലഭിച്ചാൽ ഹജ്ജ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളിയാളം ആർക്കാണോ ലഭിച്ചത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഹജ്ജ് ചെയ്യുവാൻ സാധിക്കും എന്നാണ് അതിലൂടെ മനസ്സിലാക്കുവാനുള്ളത്. ഈ വർഷം തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ചില പിടിപ്പുകേടുകൾ കാരണമായി 42,000 ഹാജിമാർക്ക് ഹജ്ജ് ചെയ്യുവാൻ പ്രാവശ്യം പ്രശ്നത്തിലാണുള്ളത്. ഇതുവരെയും അവർക്ക് വിവരം ലഭിച്ചിട്ടില്ല. എല്ലാവരും ഉറപ്പിച്ച് പ്രൈവറ്റ് രജിസ്ട്രേഷനൊക്കെ നടത്തി പൈസയൊക്കെ അടച്ച് എല്ലാ സംവിധാനങ്ങളും ചെയ്ത് ആളുകളോട് യാത്ര പറഞ്ഞിരിക്കെ ഒരു ഡിറ്റി കണക്കെയാണ് 42,000. 52,000 ആളുകളിൽ 10,000 പേർക്ക് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. മറ്റുള്ളവര് പരിശ്രമത്തിലാണ്. ആ ആളുകളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ വെളിയാളം കേട്ട ആളുകളുണ്ടെങ്കിൽ അവര് സ്വാഭാവികമായും ഹജ്ജിന് പോകും. അതിന് മുമ്പിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അവര് ഹജ്ജിന് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഹാജിമാർ ഇപ്രകാരം അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് മക്കയിൽ എത്തുന്ന ഹാജിമാർ സ്വാഭാവികമായും നമ്മൾ അവരെ പറ്റി ഒന്ന് ആലോചിക്കും. ആദ്യമായി അവര് മസ്ജിദുൽ ഹറാമിൽ കഅബക്ക് മുമ്പിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, നമ്മളെല്ലാവരും നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഖിബ്ല കഅബയാണ്. കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 40, 50, 60 വർഷമായി നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരുന്നപ്പോ ഖിബ്ലയാക്കി സ്വീകരിച്ച ആ കഅബയാണ് ഈ ഹാജിയുടെ മുമ്പിൽ കാണുവാൻ സാധിക്കുന്നത്. ആ കഅബ ദർശിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസികമായ അവസ്ഥ നമുക്ക് വിവരിക്കുവാൻ സാധിക്കുകയില്ല. അത് അനുഭവിച്ച് അറിയുക തന്നെ വേണം. അപ്പോ ഇത്രയും കാലം ഖിബ്ലയാക്കി സ്വീകരിച്ച ആ കഅബയുടെ മുമ്പിൽ അത് തന്റെ കണ്ണിന് മുമ്പിൽ ദർശിക്കുമ്പോൾ ഹാജിക്കുണ്ടാകുന്ന അവസ്ഥകൾ, അവിടെ നിന്ന് അയാളുടെ അവസ്ഥകൾ മാറുകയാണ്. ഓരോ കാര്യങ്ങളും ഹജറുൽ അസ്വദ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിച്ച ഹജറുൽ അസ്വദ് കഅബയെ തവാഫ് ചെയ്യുമ്പോൾ അയാൾക്ക് അയാളുടെ അടുത്ത് വെച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്നു. അല്ല, ചിലപ്പോൾ സാധിക്കുകയാണെങ്കിൽ ആ ഹജറുൽ അസ്വദിനെ പ്രവാചകൻ ചുണ്ട് ചേർത്ത് വെച്ച ആ ഹജറുൽ അസ്വദിന്റെ മുകളിൽ തന്റെയും ചുണ്ടുകൾ ചേർത്ത് വെക്കുവാൻ അയാൾക്ക് സാധിക്കുന്നു. ഇങ്ങനെ അങ്ങ് തുടങ്ങി തവാഫ്, മഖാമു ഇബ്രാഹിം. തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന സ്ഥലമാണ് മഖാമു ഇബ്രാഹിം.
നമ്മളൊക്കെ ചിത്രത്തിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലടിപ്പാദങ്ങൾ, കാലടികൾ, അതിന്റെ അടയാളങ്ങൾ, ശരിക്കും രണ്ട് കാലടികൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഖാം ഇബ്രാഹിമിലൂടെ ആ മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് നിൽക്കുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പണിത ആ സംഭവം, ഇസ്മായിൽ അലൈഹിസ്സലാം സഹായിച്ചുകൊണ്ട് ഇബ്രാഹിം നബി കഅബ പണിയുന്നതായ രംഗം ഹാജിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പലപ്പോഴും ഇത്രയും കാലം ചരിത്രങ്ങളായിരുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു, പലതും നാം വായിച്ചു കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇത് തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കുകയാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലടികൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് അയാൾ തവാഫ് കഴിഞ്ഞ് സഫാ മർവയിലേക്ക് എത്തിയാൽ സഫയും മർവയും ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ് എന്ന് പറഞ്ഞ സഫയും മർവയും ആ സഫാ മർവക്കിടയിൽ സഅയ് നടത്തുമ്പോൾ, ഓട്ടം നടത്തുമ്പോൾ പഴയ പല കാര്യങ്ങളും അയാളിലേക്ക് ഓർമ്മ വരികയാണ്. ഹജറ ബീവി തന്റെ കുഞ്ഞിന് അല്പം വെള്ളം നൽകുവാൻ വേണ്ടി ആ സഫയുടെയും മർവയുടെയും ഇടയിൽ 7 പ്രാവശ്യം ഓടിയതിന്റെ അതിന്റെ പ്രതീകാത്മകമായാണ് ഹാജിമാർ. അപ്പോൾ സ്വാഭാവികമായും ആ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ആ സംഭവം, ഹജറ ബീവി, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇതൊക്കെയും ഹാജി ഓർത്തുകൊണ്ടിരിക്കുന്നതായ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഓരോ സംഗതികളും നിങ്ങൾ എടുത്തു നോക്കൂ. തവാഫ്, മഖാം ഇബ്രാഹിം, അങ്ങനെ പോയി അവര് അറഫയിലെത്തും. ഹജ്ജ് 9-ന് അറഫയിലെത്തും. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ആ അറഫ മൈതാനിയിൽ എത്തുമ്പോൾ അവിടെയും പഴയ അത് ചരിത്രങ്ങളും അയാൾക്ക് ഓർക്കുവാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാ നടത്തിയ, അതിന്റെ അവസാനത്തെ പ്രസംഗം നടത്തിയ, ഖുതുബ നടത്തിയ അറഫ മൈതാനിയിലാണ് ഹാജിമാർ എത്തിച്ചേരുന്നത്. ആ അറഫയിൽ സകലമായ ആളുകളും, എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഏക സ്ഥലമാണ്. ഒരേ സമയത്ത് എല്ലാവരും എത്തിച്ചേരുന്ന, ഹജ്ജിന് വന്ന എല്ലാ ആളുകളും എത്തിച്ചേരുന്ന സ്ഥലമാണ് അറഫ. എല്ലാവരും വെളുത്ത വസ്ത്രം ധരിച്ച ആളുകൾ, ശുഭ്രവസ്ത്രധാരികൾ, എല്ലാവരും, ഒരു മാറ്റവുമില്ല. വെളുത്തവനോ കറുത്തവനോ മാറ്റമില്ല, രാജാവിനോ പ്രജക്കോ മാറ്റമില്ല, തൊഴിലാളിക്കോ മുതലാളിക്കോ മാറ്റമില്ല. എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയതായ ആ സമയത്ത് അല്ലാഹു തആല മലക്കുകളോട് പറയുമെന്ന്, അല്ലാഹു തആല മലക്കുകളോട് പറയും, നിങ്ങൾ എന്നോടൊരു പ്രാവശ്യം ചോദിച്ചല്ലോ, അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഭൂമിയിലേക്ക് മനുഷ്യനെ അയക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചു, അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ആളുകളെയാണോ നീ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് എന്ന് ചോദിച്ച അല്ലാഹു തആല, അല്ലാഹുവിനോട് മലക്കുകൾ ചോദിച്ച അല്ലാഹു ഇങ്ങനെ, അല്ലാഹു യൻസിലു അസ്സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് യതബാഹ വയുബാഹി ബി അഹ്ലിൽ അർദ് അഹ്ലസ് സമാ, ആകാശത്തുള്ളവരോട് ഭൂമിയിലുള്ള ആളുകളെ കുറിച്ച് അഭിമാനം കൊള്ളുന്നതായ സന്ദർഭം എന്നാണ്. അല്ലാഹു തആല പറയും, ഉൻദുറു ഇലാ ഇബാദി, ഉൻദുറു ഇലാ ഇബാദി, എന്റെ അടിയാറുകളെ നോക്കൂ, ജാഊനി ശഗസൻ വഖബറ, അവര് ജടപിടിച്ച മുടിയുമായി, പൊടിപിടിച്ച ശരീരവുമായി ഇതാ എന്റെ അരികിൽ വന്നിരിക്കുന്നു. ഇവരെ പറ്റിയാണല്ലോ അന്ന് നിങ്ങൾ ആ ചോദിച്ചത്, അവരാണ് ഇവർ എന്ന് മലക്കുകളോട് അല്ലാഹു തആല പറയുമെന്നാണ്. അങ്ങനെ അറഫ, അത് കഴിഞ്ഞ് മുസ്ദലിഫ,
മിനയിലാണല്ലോ കല്ലേറ് നടക്കുന്നത്. ജംറകളിൽ ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ ഉഖബ 3 സ്ഥലത്തും കല്ലേറ് നടത്തുമ്പോൾ അതൊരു പ്രതീകാത്മകമായ ഏറാണ്. എന്താണ് കല്ലേറ്? കല്ലുകൾ, ചെറിയ കല്ലുകൾ തെറിയ, പക്ഷെ അതിലൂടെ ഉദ്ദേശിക്കുന്നത് തന്റെ മനസ്സിലുള്ള സകലമാന പൈശാചിക ശക്തികളെയും ഞാനിതാ കല്ലെറിഞ്ഞു ഓടിപ്പിക്കുകയാണ്. ഇനി ഇതുപോലെയുള്ള പൈശാചികമായ സംഗതികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പിശാചിനെ എറിയുകയാണ്. ആളുകൾ തന്നെ അങ്ങനെ പറയാം, ശാത്താൻ കോ മാറുന്നതാണ്, പിശാചിനെ എറിഞ്ഞുകൊണ്ട്, അങ്ങനെയാണ് അവർ പ്രയോഗിക്കാറുണ്ട്. അപ്പോ പൈശാചികമായ ശക്തികളെ തന്നിൽ നിന്നും പ്രതീകാത്മകമായി എറിഞ്ഞ് ദൂരേക്ക് ഓട്ടുന്നതായ രംഗമാണ് ജംറകളിൽ നടക്കുന്നത് എന്നും നാം മനസ്സിലാക്കും. അങ്ങനെ ഹജ്ജിന്റെ ഓരോ സംഗതികളും. അങ്ങനെ അത് കഴിഞ്ഞ് ഹാജിമാർ ഹജ്ജിന് ശേഷം മദീനയിൽ ചെല്ലും. മദീനയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മദീനത്തുർ റസൂൽ, നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയാണ്. ആ മദീനയിൽ അവർ ചെല്ലുമ്പോൾ അവിടെ സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ഏറ്റവും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരനായ, അഹബ്ബു ഇലല്ലാഹി വറസൂൽ, ഏറ്റവും പ്രിയങ്കരമായ, മാതാപിതാക്കളെക്കാളും പ്രിയങ്കരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഖബർ നേരിട്ട് കാണുകയാണ്. അവിടെ വെച്ചുകൊണ്ട് പറയുന്നത് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയോട് നേരിട്ട് പറയാണ് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ താങ്കൾക്ക് സലാം. അതിങ്ങനെ നേരെ കണ്ണിന്റെ മുമ്പിൽ കാണുകയാണ്. മാത്രമല്ല ആ മദീനത്തുർ റസൂൽ, ആ മസ്ജിദുൻ നബവി, അവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതം കഴിച്ചത്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, അവരുടെ 3 പേരുടെയും ഖബറുകളാണ് അടുത്തടുത്തായി കാണുവാൻ സാധിക്കുക. അങ്ങനെ തുടങ്ങി ഓരോ രംഗങ്ങളും. പഴയ കാലത്തേക്ക് ഹാജി ഒന്ന് ചിന്തിച്ചു പോയാൽ, അതായത് പണ്ട് മദ്രസകളിലും മറ്റും പഠിച്ച, താരീഖിലും മറ്റൊക്കെ പഠിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ച ആളുകൾക്ക് ആ ഓരോ സംഗതികളും അവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ കൺമുമ്പിൽ കാണുകയാണ്. ഹിറാ ഗുഹയും സൗർ ഗുഹയും, ആദ്യമായി നിർമ്മിച്ച മസ്ജിദ് ഖുബയും, 2 ഖിബ്ലകളുള്ള മസ്ജിദ് ഖിബ്ലത്തൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ വന്നപ്പോൾ നിഴലിട്ട് കൊടുത്ത സ്ഥലത്തുണ്ടാക്കിയ മസ്ജിദുൽ ഹമാമ, ഇങ്ങനെ എന്തെല്ലാം നാം ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഹാജിക്ക് അവിടെ വെച്ചുകൊണ്ട് കാണുവാൻ സാധിക്കുന്നതായ രംഗമാണ് നാം ഇത് പറയുമ്പോൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോ സഹോദരന്മാരെ, ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു തവാഫും സഅയും ഇങ്ങനെയുള്ള അറഫയും ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിനപ്പുറം അതിന് പല അർത്ഥതലങ്ങളുമുണ്ട് എന്നുള്ളതും കൂട്ടത്തിൽ നാം മനസ്സിലാക്കുക. ഈ ആയത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞാൽ തുടർന്ന് പറയുന്നത് അവർക്ക് പ്രയോജനപ്രദമായ പലതിനും സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി, പലതിനും സാക്ഷ്യം വഹിക്കുകയാണ് അവർ അവിടെ ചെയ്യുന്നത്. ഒന്നാമത് അവരുടെ ഈമാൻ പരിപക്വമാകുന്ന, ഈമാൻ ദൃഢമാകുന്നതായ, ഈ പറഞ്ഞതായ എന്തെല്ലാം കാര്യങ്ങൾ ചരിത്രത്തിൽ നാം വായിച്ചു പഠിച്ചുവോ അതെല്ലാം തന്റെ കണ്ണുകൾ കൊണ്ട് നേരെ കാണുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു ഹാജിയുടെ ഈമാൻ സുദൃഢമാകുവാൻ അത് കാരണമായി തീരുന്നു. അതുപോലെ തന്നെ മറ്റു പലതും ഉപകാരപ്രദമായ മറ്റു പല കാഴ്ചകൾ എന്റെ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. ഞാൻ മാത്രമല്ല, ഈ കാണുന്ന ഇവരെല്ലാം തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ളവരാണെങ്കിലും ശരി, ഏത് കോലത്തിലുള്ളവരാണെങ്കിലും ശരി, ഏത് നിറത്തിലുള്ളവരാണെങ്കിലും ശരി, ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും, ഇവരെല്ലാം തന്നെ എന്റെ സഹോദരന്മാരാണ് എന്നുള്ളതായ ഒരു തിരിച്ചറിവ് അവർക്ക് ഹാജിക്ക് ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. അതുപോലെ ആത്മീയമായ പല ഔന്നത്യങ്ങളും ഇങ്ങനെ തുടങ്ങി പല പ്രയോജനപ്രദമായ കാര്യങ്ങൾക്കും അവർ അവിടെ സാക്ഷിയാകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞു, നിർണിതമായ ചില ദിവസങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടി. അതാണല്ലോ ഞാൻ
നേരത്തെ പറഞ്ഞ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് തൗഹീദിന്റെ നാമം ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കുന്നതായ രംഗമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോ അള്ളാഹു ആർക്കാണോ തൗഫീഖ് നൽകിയത് അങ്ങനെയുള്ള ആളുകൾക്ക് ചെന്നെത്തുവാനും അവിടെ വെച്ചുകൊണ്ട് ലബ്ബൈക് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഹജ്ജ് നിർവഹിക്കുവാനും സാധിക്കും. തൗഫീഖുള്ളവരാണ് എത്തുക എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോ തീരെ പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് ഹജ്ജ് ചെയ്യുവാൻ സാധിക്കും. എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയ ചില ആളുകൾക്ക് ഹജ്ജ് ചെയ്യുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഇത് അള്ളാഹുവിന്റെ നേരിട്ടുള്ള ഇടപെടലാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുത്താൻ ഹാജിമാർ എത്തുന്നതോടുകൂടി അള്ളാഹു ഈ ഹാജിമാരുടെ കൂടെയാണ്. അവരുടെ പേര് തന്നെ ളുയൂഫുർ റഹ്മാൻ എന്നാണ്. ളുയൂഫുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ അതിഥികൾ. ആ പേരിലാണ് ഹാജിമാർ അറിയപ്പെടുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഹജ്ജിനെത്തുമ്പോൾ ഇഹ്റാമിന്റെ വസ്ത്രം മാറുന്നതോടുകൂടി അവരുടെ എല്ലാ അവസ്ഥകളും മാറുകയാണ്. ഇഹ്റാമിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ കഫൻ പുടവക്ക് സദൃശമായ ഒരു വസ്ത്രമാണ് ഹാജി ധരിക്കുന്നത്. അതോടുകൂടി തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാളുടെ അവസ്ഥകൾ മാറുമെന്നാണ് ബഹുമാന്യനായ അലി ബിൻ ഹസൻ, പ്രസിദ്ധ ഒരു പണ്ഡിതനായിരുന്ന അലി ബിൻ ഹസൻ, അദ്ദേഹം ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ ധരിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആകമാനം മഞ്ഞവർണ്ണമായി പേടിച്ചു വിറച്ച് നിൽക്കുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല അബൂ ഹസൻ, എന്താണ് പറ്റിയത്? താങ്കൾ ഇഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു അശരീരി കേൾക്കുന്നത് പോലെ ഞാൻ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞപ്പോ ലാ ലബ്ബൈക വലാ സഅദൈക കുല്ലു ഖസ്ദക മർദൂൻ അലൈഹി, ഒരു ലബ്ബൈകയുമില്ല ഒരു സഅദൈകയുമില്ല, താങ്കളുടെ എല്ലാം തന്നെ താങ്കളിലേക്ക് തന്നെ മടക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആരോ അശരീരി പറയുന്നത് പോലെ. അതായത് ഈമാനിന്റെ ശക്തിയാണ് പറഞ്ഞത്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭയമുണ്ടാകുമ്പോൾ എന്റെ ഹജ്ജ് നിർവഹിക്കപ്പെടാതെ പോകുമോ, സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നുള്ള ഭയം അയാളെ ബാധിച്ചത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോ സഹോദരന്മാരെ, ഇഹ്റാമിന്റെ വസ്ത്രം മാറുന്നതോടുകൂടി ഐഹികമായ സകലമായ കെട്ടുപാടുകളിൽ നിന്നും മാറിക്കൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് മുഖം തിരിക്കുന്നതായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണല്ലോ ഈ ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞത്, അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന്, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റു പ്രതിഫലമില്ല എന്നാണ്. മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ആരെങ്കിലും ധാർമ്മികതയില്ലാതെ അതുപോലെ തന്നെ തോന്നിയാസമില്ലാത്ത അവസ്ഥയിൽ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു, തന്റെ മാതാവ് പ്രസവിക്കുമ്പോൾ കുഞ്ഞ് എത്രമാത്രം നിഷ്കളങ്കരാണോ അതേ അവസ്ഥയിലായിരിക്കും അയാൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നത് എന്ന് നമുക്ക് ഹദീസിലൂടെ കാണുവാൻ സാധിക്കും. അപ്പോ ഇത്രമാത്രം ഉന്നതമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത് സഹോദരന്മാരെ നാം മനസ്സിലാക്കുക. ഈ രീതിയിലുള്ള ഹജ്ജ് നിർവഹിക്കപ്പെടുവാൻ നാം ഓരോരുത്തരും തന്നെ ആഗ്രഹിക്കണം. അങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സ്വീകാര്യയോഗ്യമായ ഹജ്ജിലൂടെ പിന്നെ സ്വർഗം കരസ്ഥമാക്കുവാൻ അല്ലാഹു മാറാകട്ടെ. أقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله نحمده ونصلي على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സഹോദരന്മാരെ, ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ ആർക്കാണോ മാർഗമുള്ളത് അവർ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ്.
മാർഗം എന്ന് പറഞ്ഞാൽ ശാരീരികം, സാമ്പത്തികം, ഏതെല്ലാം രീതിയിൽ അയാൾക്ക് ഹജ്ജിന് പോകുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട് അയാൾ ഹജ്ജ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് പിന്നീടുള്ള കാഴ്ചപ്പാട് വമൻ കഫറ ഫഇന്നല്ലാഹ വലിയ്യുൻ അലീം. വമൻ കഫറ അതാണ് പ്രയോഗം. എന്നുവെച്ചാൽ നിഷേധിയായവൻ, ആരെങ്കിലും നിഷേധിയായെങ്കിൽ അള്ളാഹുവിന് പ്രശ്നമൊന്നുമില്ല എന്ന് വെച്ചാൽ ഹജ്ജിനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും എല്ലാവിധ സബീലുകൾ ഉണ്ടായിട്ടും ഹജ്ജ് നിർവഹിക്കാതിരുന്നാൽ അയാള് നിഷേധികളുടെ കൂട്ടത്തിലായിരുന്നു ഉൾപ്പെടുക എന്നതിലേക്കാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഹജ്ജിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങളും മറ്റും വിഷമിക്കുന്ന അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെയും ഹലാലായ ആഗ്രഹങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحجاب. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار. اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في كل مكان. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد